ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് വ്ളോഗ് എടുക്കുന്നത്. വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇത്രയും ദിവസം പനി പിടിച്ച് കിടക്കുമായിരുന്നു. ഇന്ന് തുടങ്ങുന്നത്. അപ്പം ഗൈസ്, നമുക്ക് നല്ല ബീഫ് ബിരിയാണിയാണ് രാവിലെ കഴിക്കാൻ. എല്ലാ നബിദിനത്തിനും ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു. മച്ചാമ്മയുടെ അനിയത്തി വരുന്നുണ്ട്. ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഓണമല്ല, നബിദിനം. ഏതാ പറയണ്ടതെന്ന് അറിയത്തില്ല. ഹായ് ഹായ് പറ. ഇവൻ എന്ത് കിട്ടിയാലും ആദ്യമേ അവനവന്റെ ഫേസിൽ തന്നെയാണ് ഗൈസ് പരീക്ഷിക്കാൻ നിൽക്കുന്നത്. ഇപ്പൊ ഒരു പപ്പായ ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പാക്കൊക്കെ ഉണ്ടാക്കി അവനതിട്ടു. ഹാപ്പി ഓണം, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. എന്താണ് ചേടാ? എന്റെ കാല് വെക്കുന്നു. ഇതിപ്പൊ കരയണ്ടേ നിനക്ക്? അത് കൊള്ളാല്ല. അവന്റെ കൂടെ അങ്ങ് നടക്കുവാ. ഇതിന്റെ പേരിട പൂസേ. ജൂലി മോൾ. ഇയാളെന്ത് വീട്ടിനകത്ത് കയറി വരുന്ന? പോ പുറത്ത്. പുറത്തോ കണ്ടാ? പുറത്തോ പറഞ്ഞപ്പോ അൻസറിനെ ഉള്ളതാ. എന്തുവാടെ ഇയാളെ ചെവി? ഇതെന്താ ഇത്? ഇതിന് ഇനി എന്താ പാല് കൊടുക്കാൻ? എന്ത് ചെയ്യും? മേടിച്ചു കൊടുക്കും. മച്ചാമാലാകടന്ന് കീറുന്ന്. ഇപ്പൊ ഗെറ്റ് ഔട്ട് ആണ്. ഇവിടെ കിടന്ന് മോങ്ങിയ ഗെറ്റ് ഔട്ട് അടിക്കും ഞാൻ. മോങ്ങിയ എടേ പൊടിക്കുഞ്ഞേ, എന്താ കേറിയിരിക്കുന്ന? ഇത് എന്തോ ഇരിക്കുന്നു ഗൈസ്. ഞാൻ ഇവനെ ജസ്റ്റ് ഒന്ന് ട്യൂഷൻ ക്ലാസ്സിൽ ഓണത്തിന് ഒരുക്കിയതാണ്. ഓണ സെലിബ്രേഷന് വെള്ളം ഇട്ടിട്ട് പോയവൻ. അച്ഛേ, എല്ലാം ചെളി. എന്താ മോനെ, ഓണത്തിന് എസ്തെറ്റിക് ആണോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കാണ് ഗൈസ്. ഈ കുഞ്ഞാടിന് എപ്പോഴും മനുഷ്യന്മാരുടെ ഇടയ്ക്ക് തന്നെ നിൽക്കണം ഗൈസ്. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളെപ്പോഴും വീട്ടിലാണ്. സ്വന്തം മകളെ കണ്ടുപിടിക്കും. അത് തന്നെ. ഗ്രൈൻഡ് ചെയ്തു. എന്തൊക്കെ ടെക്നോളജി, ഇതൊക്കെ പോരെ. എന്തൊക്കെ ടെക്നോളജിയാ ഗൈസ്. ഇതുമ്മ കൊടുത്തു വിട്ടതാണ്. നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം നമുക്ക് ഇതിനകത്ത് അരിഞ്ഞ് കിട്ടും. മീൻസ് നല്ല ഗ്രൈൻഡ് ചെയ്ത്, കുഴമ്പല്ല ഉദ്ദേശിക്കുന്നത്, അരിഞ്ഞ് വരും ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം ഇതിനകത്ത് മച്ചാമ്മ ഇന്നൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗൈസ് ശ്രമിക്കുന്നത്.
ഇതാണ് മിഷൻ. ഇത്ര മതിയോ? കാണിച്ചേ. നമ്മൾ മുകളിൽ പ്രസ് ചെയ്താൽ ഇത് അരിഞ്ഞു വരും ഗൈസ്. സാലഡ് റെഡിയായി. പിന്നെന്തോ വേണം? പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുളിച്ച് റെഡിയായി ഒരുങ്ങി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ വേറെ എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ നിന്നാണ് ഫോട്ടോ എടുത്തത്. പിന്നെ അനിയനുള്ളത് കൊണ്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഈവനിങ് നമ്മളെല്ലാവരും കൂടെ നബിദിന പരിപാടിയും പിന്നെ ക്ലബിലുള്ള പരിപാടിയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. പിന്നെ അവിടുന്ന് നേരെ കസിൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് റീൽസൊക്കെ എടുക്കാനായിട്ട്. കൈമാറ്റി. അപ്പൊ ഗൈസ്, ഓണത്തിന് വന്ന കൊച്ചുമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് പോവുകയാണ്. കരയണ്ട, ക്രിസ്മസിന് വരൂ. എവിടെ പോകും ക്രിസ്മസിന്? ന്യൂഡൽഹിയോ? ചുമ്മാ തള്ളുവാണ് ഗൈസ്. ദോശയല്ലേ തിന്നെ? ചമ്മന്തി, സാമ്പാർ, പപ്പടം, തണ്ണിമത്തൻ എല്ലാം ഉണ്ടായിരുന്നു. ഹാപ്പി ആയിരുന്നു. അപ്പൊ ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങള് പോകുന്നതിനേക്കാളും മുമ്പ് പോവുകയാണ് ഗൈസ്, എല്ലാം ആയിട്ട്. ഗൈസ്, ഞങ്ങളുടെ കുരുമുളകും കൊണ്ടുപോവുകയാണ്. ഉമ്മച്ചാമ്മക്ക് ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ട, ഇവരെയൊക്കെ മതി. 2-3 മക്കളുണ്ട്, ഇവരെയൊക്കെ മതി. വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എൻ്റെ അനിയന്മാരും പഠിക്കാൻ പോയി, കുഞ്ഞാടെ മക്കളും പോയി, കൊച്ചുമ്മയും പോയി, എല്ലാവരും പോയി. ഇനി ഞാനും കൂടെ ഉള്ളൂ. ഞാൻ നാളെ പോവും. അതോടെ ഓണം കഴിഞ്ഞു. ഇനി ക്രിസ്മസിനെ വരാൻ പറ്റൂ. പിന്നെ ഉമ്മച്ചാമ്മക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് ആടൊക്കെ ഉണ്ട് ഗൈസ്, അവരെ മതി. ആടിന് ഗോതമ്പും അരിയും കൂടെ പൊടിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാനിന്ന് എഴുന്നേൽപ്പിക്കുന്നു തോന്നുന്നേ. അപ്പൊ ഗൈസ്, വീട്ടിൽ വന്നിട്ട് എനിക്ക് അധികം വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പനി പിടിച്ചൊരു 10 ദിവസം വരെ ഞാൻ കിടന്നു പോയി. അത്ര വയ്യായിരുന്നു. പിന്നെ സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു, കഫക്കെട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത്ര വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം ഓരോ ഡേയ്സിലും എടുത്ത ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പം ഇനി അങ്ങോട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അങ്ങോട്ടുള്ള എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ തന്നെ എനിക്ക് തിരിച്ച് പോകണം, അതിന് ടൈമായി. വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.